ഹായ് ഗായ്സ്, അനാമികയാണ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ മലയാളി ഫ്രം ഇന്ത്യ OTT റിലീസായിട്ട് കുറച്ച് നാളായെന്നറിയാം. എന്നാലും ഞാൻ ആടുജീവിതം കണ്ടപ്പോൾ ഈ തിയേറ്ററിൽ ട്രെയിലർ കണ്ടൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചതാണ് ഇത് തിയേറ്ററിൽ പോയി കാണണമെന്ന്. പിന്നെ തിരക്കുകളുണ്ട്, പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ വന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണാത്ത നന്നായെന്ന് വിചാരിച്ച ഒരു സിനിമയും കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. കാരണം ഇതിന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ OTTയിൽ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഹാപ്പിയാണ് എന്നുള്ളൊരു സിനിമ തന്നെയാണ് മലയാളം. പടം ഫുഡ് ഫോർവേഡ് ചെയ്യുന്ന തീം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. അതും ഇതിനു മുമ്പ് ഇല്ലാതെ പടങ്ങൾ കണ്ട ആ ഒരു ജേണറിലൊന്നും അല്ല ഈ പടം പോണത്. ഈ പടം കോമഡി ഡ്രാമ ആയിട്ടാണ് സംവിധായകൻ എടുത്തു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ സംവിധായകന്റെ പടങ്ങൾ കുറച്ച് സെൻസിറ്റീവ് കണ്ടന്റ്സ്, അങ്ങനത്തെ തീംസ് പറയുന്ന ഒരു സംവിധായകനാണ്. സംവിധായകന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് സംവിധായകൻ ചെയ്യാൻ തോന്നിയത്. പക്ഷെ അത് കുറേ പേർക്കൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അതെ, കുറേ പേർക്ക് വർക്കൗട്ട് ആയിട്ടില്ല. പടത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി രണ്ട് ഉച്ച സുഹൃത്തുക്കളാണ്. അവർ നാടിനും വീടിനും ഒരു യൂസും ഇല്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. മതഭ്രാന്തന്മാരാണ്, മത തീവ്രവാദികളാണ്. കുട്ടികളുടെ നേരെ ബോംബെറിയാൻ ഒരു മടിയും ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ്. പിന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഫേക്ക് ഐഡിയിൽ റിലീജിയൻ ടോക്സിസിറ്റിയൊക്കെ പരത്തുന്ന അങ്ങനത്തെ തൊട്ടി സ്വഭാവമുള്ള ആൾക്കാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായിട്ട് ഈ അവരുടെ പ്രവൃത്തിയിലൊരു ബലം കൊണ്ട് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവും എന്നുള്ള സമയത്ത് നിവിൻ പോളി മറ്റേ വെട്ടുകൊണ്ട് ആശുപത്രിയിലായി. നിവിൻ പോളി നാട് വിട്ട് പോവുകയും അവിടെ ഒരു മരുഭൂമിയുടെ നടുക്ക് ചെന്ന് ജോലി ചെയ്യുകയും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബോസ് ഒരു പാകിസ്ഥാനിയാവുകയും പിന്നെ കൊറോണ വന്നപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പനി വന്നപ്പോൾ പരസ്പരം ശുശ്രൂഷിച്ച് ഇവർ പരസ്പരം മനസ്സിലാക്കി അവസാനം ഗോപി ഒരു നന്മമര ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗൈസ് മലാല യൂസഫ്സായി ഉണ്ടായത്. അല്ലാതെ എന്ത് പറയാനാണ് ഈ പടത്തിനെ പറ്റിയിട്ട്. പൊളിറ്റിക്കലി ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പുള്ളി ഇങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പുള്ളി ഈ എന്നിട്ട് അതിൻ്റെ മതസൗഹാർദ്ദമാണെങ്കിൽ പീക്ക് ലെവലും. പിന്നെ കഥാപാത്രങ്ങളുടെ ആക്ടിങ്, ഈ സംവിധായകൻ ഒന്നാമത്തെ ഓവർ ആക്ടിങ്. ഈ രണ്ട് സിനിമകളിലെ സംവിധായകൻ അധ്യാപനമായിട്ടാണ് അഭിനയിച്ചത്. ഇത്തവണ സംവിധായകൻ കുറച്ച് കൂടുതൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കി ഒരുപാട് വേറെ ആക്ടേഴ്സ്, ഇങ്ങനെ കോ ആക്ടേഴ്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓവർ ആക്ടിങ് ആയിരുന്നു. ആകെ സാറ്റിസ്ഫൈങ് ആയിട്ട് അഭിനയിച്ചത് നിവിൻ പോളി ഓക്കെ ആയിരുന്നു. നിവിൻ പോളി കാരണമാണ് സെക്കൻഡ് ഹാഫ് അത്ര കൂതറാവാതെ അത്യാവശ്യം സൂപ്പർ എന്ന് വെച്ചാൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമായിട്ട് തോന്നി. പിന്നെ ദാറ്റ് പാകിസ്ഥാനി ഗായ് ഓക്കെയാണ്, സാറ്റിസ്ഫൈങ് ആണ്. ഹിസ് ആക്ടിങ് ഈസ് സോ നൈസ് ആൻഡ് ശബ്ദവും ഇറ്റ്സ് ഫൈൻ കൂൾ. പിന്നെ നൈജീരിയൻ ഗായ് ഓക്കെ ആയിരുന്നു. പിന്നെ എടുത്തു പറയാൻ മഞ്ജു പിള്ള എപ്പോഴത്തെ പോലെ തന്നെ നന്നായിട്ട് അഭിനയിച്ചു. സലിം കുമാർ ഓക്കെ, നല്ല കുറച്ച് മാസ് ഡയലോഗുള്ള അത്യാവശ്യം ഒരു നാട്ടിലെ ഒരാളായിരുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ, നൈസ്. ആൻഡ് പിന്നെ എടുത്ത് പറയാനുള്ളത് ഷൈൻ ടോം ചാക്കോൻ്റെ വീഡിയോ ബ്രേക്ക് ആയതാ പെട്ടെന്ന്. പിന്നെ പറയാനുള്ളത് ഷൈൻ ടോം ചാക്കോൻ്റെ ആക്ടിങ്ങും ഓക്കെയാണ്. പുള്ളിയുടെ ആ ഒരു ക്ലൈമാക്സ് പറയുമ്പോൾ ആ ഒരു വോയിസ് മോഡുലേഷൻ അതൊക്കെ നൈസ്. അത് സൂപ്പർ വർക്കിംഗ് ആയിട്ട് എനിക്കങ്ങനെ തോന്നി. പുള്ളിയുടെ ആ ഒരു ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ടായിരുന്നു, അത് ക്രിഞ്ചായിരുന്നു. ക്രിഞ്ച് പരിപാടി. മറ്റത് ഓക്കെ. പുള്ളിക്ക് അതുപോലത്തെ കഥാപാത്രങ്ങൾ ഇനിയും കിട്ടണം, ഇനിയും കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അതാ. പിന്നെ സിനിമയിലെ ക്ലൈമാക്സിൽ മടിയൊക്കെ മാറ്റി നന്മമരമായ നല്ലൊരു ഗോപീനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്പീച്ച് തന്നെ എല്ലാവർക്കും വർക്കൗട്ട് ആയോ എന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. പിന്നെ എനിക്ക് രസമായിട്ട് തോന്നിയത് അത് കുറച്ച് വെറൈറ്റി ആയി. ഈ ഗോപിനെയും റാറ്റിനെയും തമ്മിൽ സിമിലൈസ് ചെയ്ത അതാണെന്ന് തോന്നുന്നു. അതായിരിക്കും എന്തോ അവർ ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു പരിപാടി കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അത് കൊള്ളാം, അതുപോലെ ഇനിയും ചെയ്യൂ ഇങ്ങനെയൊക്കെ. പിന്നെ സിനിമയുടെ മേക്കിംഗ് ഇറ്റ്സ് ഓക്കെ. എനിക്ക് മേക്കിങ്ങിനെ പറ്റി വലിയതായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. ഇറ്റ്സ് ഓക്കെ. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, അത്യാവശ്യം കൊള്ളാം ഓക്കെ. സ്ക്രീൻ പ്ലേ ആയാലും പരിപാടി ആയാലും അതൊക്കെ അറിയാം കേട്ടോ എനിക്ക്. ഇപ്പോൾ സിനിമാറ്റോഗ്രഫിയും ഓക്കെയാണ്, ഫൈനാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും വേറെ തർക്കമില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ.
പിന്നെ ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും തമ്മിലുള്ള ഒരു സംഭവം, അവർ തമ്മിൽ ഭയങ്കര ക്രിഞ്ചടേ. അവർ തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ, അവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ സിനിമേനെ പറ്റി പറയാൻ. മാക്സിമം കീർക്കൊന്നില്ലേ, ഓക്കെ. അത്യാവശ്യം അല്ല, കണ്ടുകൊണ്ടിരിക്കുക കുഴപ്പമില്ലാത്ത ഒരു പടം. ഞാനൊരു 2.5, ഒരു 2 വലിയ സ്റ്റാറും ഒരു കുഞ്ഞ് സ്റ്റാറും കൊടുക്കുന്നു. 2.5 സ്റ്റാർ, അത് മതി റേറ്റിംഗ്. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.